അലയാഴി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റുപോലും അമർന്നു പോകുന്ന ശബ്ദം. ഭാവിയായ മനുജനു വേണ്ടി ശബ്ദം. താഴ്വരയിൽ മുഴങ്ങിയ മൊഴികളായി സ്നേഹസ്വരൂപന്റെ ശബ്ദം. ദേശമെന്നും സ്നേഹവും ശാന്തിയും ഏകുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്കായി മുഴങ്ങിയ കാൽവരിനാദം. കാൽവരിനാദം, കാൽവരിനാദം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ശനിയാഴ്ച വൈകുന്നേരം ദൈവമക്കളായ നമുക്ക് കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാം എന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം ഇങ്ങനെ ഒരു സാവകാശം നമുക്ക് തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എത്രയോ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഇതിൽ കടന്നു വന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സത്യങ്ങൾ മനസ്സിലാക്കുവാനല്ല ഇടവരുത്തുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് 91ാമത്തെ എപ്പിസോഡാണ് നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, ഒരു എപ്പിസോഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. ദൈവം എത്രത്തോളം സഹായിച്ചു. കഴിഞ്ഞ 90 എപ്പിസോഡിലും ദൈവജനത്തിന് അനുഗ്രഹിക്കപ്പെട്ട അനേക കാര്യങ്ങൾ ഈ മിനിസ്ട്രി കൂടി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിച്ച് നോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ കർത്താവിന്റെ ദാസൻ, വളരിയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന സ്റ്റാൻലി ജോൺ അവറുകളാണ് നമ്മുടെ മധ്യേ ഇന്ന് കടന്നു വന്നിട്ടുള്ളത്. കർത്തൃദാസനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. താൻ എഴുതിയ അനേക ഗാനങ്ങളുണ്ട്. അതിൻ്റെ ചില ഗാനങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ ഗാനങ്ങൾ എഴുതുവാൻ ഉള്ള സാഹചര്യങ്ങളും തൻ്റെ സാക്ഷ്യമാണ് ഇന്ന് കേൾക്കുവാൻ ദൈവജനമായി നാം ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. അതിനുവേണ്ടി നാം ഏവരെയും ദൈവം സഹായിക്കട്ടെ. പ്രിയ സഹോദരൻ എഴുതിയ ഗാനങ്ങൾ ആലപിക്കുന്നത് സഹോദരൻ രാജു ജോർജ് ദോഹ, അതുപോലെ തന്നെ എറണാകുളത്തായിരിക്കുന്ന സഹോദരി ഗോഡ്സിയാണ് നമ്മുടെ കൂടെ പാടുവാൻ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുവാണ്. ഏത് പ്രോഗ്രാം തുടങ്ങുമ്പോൾ നാം പ്രാർത്ഥനയോടുകൂടിയാണല്ലോ തുടങ്ങുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി കരൂരിലുള്ള ഇമ്മാനുവൽ ജോസഫ് സഹോദരനെ ക്ഷണിക്കുകയാണ്. நாம் ஜெபம் செய்வோம். நீங்கள் அதிகமாக நேசித்து வழிநடத்துகிற அன்பின் பரலோக பிதாவே, அன்பின் தெய்வமே, இந்த நாளின் மாலை விலைக்காக நன்றி செலுத்துகிறோம். கடந்த நாட்களாவது கிருபை நாளைகளை பாதுகாத்து வழிநடத்த உன்னதமான தெய்வீக சொல்லுகிறாரே. நல்லதே ஒருவராய் பெரிய காரியங்களை செய்கிற மகத்துவமான தெய்வமாக இருக்கிறேன். அன்பின் ஆண்டவரே, நீங்கள் இந்த போராட்டங்கள் நிறைந்த தொல்லைகள் நிறைந்த உலகத்திலே கர்த்தாவே மட்டுமாய் ஜீவன் சுகபலத்தை கொடுத்து வழிநடத்துகிற உமது கிருபைக்காக நன்றி செலுத்துகிறோம். ஒரு நாளும் அந்த கிருபைகள் உதவிகளாக இருக்கிறதுக்காக சொல்லுகிறாரே. அன்பின் தேவனை எத்தனையோ ஆண்டவரின் தர உலகத்தை விட்டு மண்ணை விட்டு மறந்து போகிற இந்த அனைத்துமான உலகத்துல எங்களுக்கு ஒரு நாள் கூட ஆண்டவரை கொடுத்து ஆண்டவரை எங்களை மட்டுமாய் வழிநடத்துகிறோம். நாங்கள் எந்த விதத்திலும் பாத்திரவான்கள் அல்ல ஆண்டவரே. ஆனாலும் நீர் எங்களை ஒவ்வொரு நாளும் கண்மணி போல பாதுகாத்து வருகிற நமது கிருபைக்காக சொல்லுகிறோம். அன்பின் தேவமே, இதோ இந்த கால்வரி நாதம் மூலமாக இந்த ஆண்டவரே 91வது நாளாக இந்த கூட்டம் நடக்கும்படியாக கிருபித்ததற்கு அதுக்காக நன்றி செலுத்துவதற்காக பல விதமான கர்த்தாவே பின்பலங்கள் உண்டு. அவருடைய எல்லா விதமான முயற்சிகளையும் ஆசீர்வதிப்பதற்கு பின்பாக நின்று ஆண்டவரை செய்யக்கூடியதான தாசர்களை வலிமையாக எடுத்து பயன்படுத்த எல்லா விதமான தேவைகளை சந்திக்கிறாக. பொருளாதார தேவைகள் கர்த்தாவே எல்லாவற்றிலும் கிருபை கொண்டு மாய்ச்சி போல செய்தி கொடுக்க வேண்டிய தாசர்கள், பாடல் பாடக்கூடிய பிள்ளைகள் ஒவ்வொருத்தருக்கும் வேண்டிய கிருபையை நாமே தந்து வழிநடத்துமாக நாளிலும் தன்னுடைய ஜீவிய சரித்திரத்தை சொல்லக்கூடியதான அவர்கள் ஜெபிக்கிறோம்.
கர்த்தாவே உலகத்தின் பாதையிலே மட்டுமாக சோதனை எடுத்து வருகிறது கர்த்தாவே தொடர்ந்து நீதாமே சோதனை பலப்படுத்துகிறாய். இந்த நாளிலும் வல்லமையால் எடுத்து பயன்படுத்துவதுமாய் அது அநேகருக்கு பிரயோஜனகரமாக நீ மாற்றித் தருவதுமாய் அன்பின் தேவனே, இந்த நாளிலும் பாடல்களை பாடி துதிப்பதற்காக சோரன் ஜானவர்கள் தோகாவிலிருந்தும் ராஜி ஜானவர்கள் தோகாவிலிருந்தும் கால்சிஸ் எபினஸ் அவர்கள் எர்ணாகுளம் நிதாம அவர்களை வல்லமை எடுத்து பயன்படுத்துகிறார்கள். அவர்கள் மூலமாக நாங்கள் கர்த்தாவே துதிகள் பாடல்களை நாங்கள் சேர்ந்து துதிக்க முடியாது. நாங்கள் ஆசிரியர் தருவீராக வந்திருக்கிற ஒவ்வொரு நிதாமை பேர் ஆசிரியமாக திருக்கரங்களை தாழ்த்துகிறோம். நிதாமை வல்லமையா எடுத்து பயன்படுத்துகிறார்கள். ஆன்லைன் மூலமாக நடக்கிற கூட்டங்களினாலே எந்த விதமான பிரச்சனைகள் இன்றி கர்த்தாவே நல்ல ஆசீர்வாதம் முறையில் நடைபெற முடியாது. இறக்கம் பாராட்டணுமாய் எல்லா துதி கணம் மகிமைக்கே செலுத்துகிறோம். அருமை ரட்சகரும் மீட்பெருமான இயேசு கிறிஸ்து நல்ல நாமத்திலே எங்கள் ஜெபங்களை எடுக்கிறோம். ஜீவன் நல்ல பிதாவே. ஆமென். താങ്ക് യു ബ്രദർ ഇമ്മാനുവൽ. അതുപോലെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു പ്രാവശ്യം കൂടി സ്വാഗതം ചെയ്യുകയാണ്. നാം ഇന്നും പ്രാർത്ഥനയോടെ ഇരിക്കുവാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളോട് സംസാരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുവാനായി ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസറായ ഇവാഞ്ചലിസ്റ്റ് സന്തോഷ് മാത്യു അവരുടെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ 91 എപ്പിസോഡിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ വീണ്ടും മറ്റൊരു ജീവിത അനുഭവമായിട്ട് നാം ദൈവസന്നിധിയിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി ജോൺ പളനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അല്പഭാഗമെങ്കിലും ഒന്ന് തുറന്ന് നമുക്ക് കാണുവാൻ, ഒന്ന് അനലൈസ് ചെയ്യുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിഞ്ഞാൽ, അതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സംസാരിപ്പാനിടയായാൽ, അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നാം എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രി ആയിരിക്കാം. ഒരു പക്ഷേ പലർക്കും പരിചയമുണ്ടാകാം കർത്താവിൻ്റെ ദാസൻ സ്റ്റാൻലി ജോൺ പളനി. കാസർഗോഡിൽ നിന്നും പളനി എന്ന പ്രദേശത്തേക്ക് കർത്താവിൻ്റെ വചനവുമായി കടന്നുപോയ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ. ഏതാണ്ട് 1975 കാലഘട്ടങ്ങളിൽ കാസർഗോഡ് തച്ചേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സുവിശേഷകന്റെ മകനായി ഒരു സുവിശേഷ കുടുംബത്തിൽ തന്നെ ജനിച്ച് വളരുവാൻ കർത്താവിൻ്റെ ദാസന് കൃപ ചെയ്തു. അതായത് പിറന്നു വീണ് കണ്ണു തുറന്ന കാലഘട്ടം മുതൽ ദൈവത്തിന്റെ വചനവും സുവിശേഷവും കണ്ടു വളർന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏതാണ്ട് 1975-76 കാലഘട്ടങ്ങളിൽ തന്നെ പിതാവ് അവിടെ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. താൻ ജനിച്ച ആ കാലഘട്ടത്തിൽ തന്നെ കർത്താവിന്റെ വേലയിൽ അദ്ദേഹത്തിന്റെ പിതാവ് വളരെ ജാഗരൂകമായിരുന്നു. ഒരു സുവിശേഷകനാകണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ പോലും പഠിച്ച് വളർന്ന് ഒരു ജോലിയൊക്കെ ലഭിച്ച് ഒരുപക്ഷെ അതിനോടുകൂടെ കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു ബാല്യകാലം, പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ബാല്യകാലം, കഷ്ടതയും കണ്ണുനീരുകളും ഒക്കെ നിറഞ്ഞ ഒരു ബാല്യകാലം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് ദൈവവചനം അനുശാസിക്കുന്ന ആ ദൈവികമായ ഭക്തിയും വിശ്വാസവും രക്ഷയും, അല്ലെങ്കിൽ ഇതൊക്കെ നിറഞ്ഞ ആ ബാല്യകാലം, കഷ്ടതയും കണ്ണുനീരുകളും എല്ലാം നിറഞ്ഞ സുവിശേഷ ഫാമിലി ഒരു ബാല്യകാലത്തെ കർത്താവിൻ്റെ ദാസൻ എങ്ങനെ കാണുന്നു എന്ന പ്രഥമ ചോദ്യത്തോടുകൂടെ നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. കർത്താവിൻ്റെ ദാസൻ എല്ലാ ബഹുമാനത്തോടും ക്ഷണിക്കുന്നു. ആ ബാല്യകാലത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകാൽ കാൽവരിനാഥം മിനിസ്ട്രിയുടെ ഈ പ്രത്യേകാൽ പാടിസ്തുതിക്കാം എന്ന പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതേപോലെ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമായി തന്നെ അറിയിക്കുകയാണ്. കഴിഞ്ഞ അനേക എപ്പിസോഡുകളിലായി അനേക ജീവിതങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഈ പ്രോഗ്രാം സഹായകമായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാക്ഷ്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, അത് മറ്റുള്ളവർക്ക് എപ്പോഴും പ്രയോജനവും പ്രചോദനവുമാണ്. അത് കേൾക്കുമ്പോൾ പല തീരുമാനങ്ങളും ചിലരെടുക്കുവാൻ ഇടയായിത്തീരും. ജീവിത അനുഭവങ്ങൾ പലപ്പോഴും ദൈവവേലയ്ക്ക് പലരെയും ഉത്സാഹിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എൻ്റെ ബാല്യകാലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചോദിച്ചത്. എൻ്റെ ബാല്യകാലം പ്രിയ സന്തോഷ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ജനിച്ചത് ഒരു സുവിശേഷക കുടുംബത്തിലാണ്. എൻ്റെ പിതാവ് KV ജോൺ കാസർഗോഡ് ജില്ലയിലെ ആദ്യകാല സുവിശേഷ പ്രവർത്തകരിൽ ഒരാളായിരുന്നു. താൻ അനേക വർഷങ്ങൾ കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ
പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ഇന്ന് അദ്ദേഹം കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്നു. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ പിതാവ് കാസർഗോഡ് ജില്ലയിലെ കുടിയേറ്റ ഗ്രാമമായ തയ്യേനി എന്ന സ്ഥലത്ത് സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്നിരിക്കുകയായിരുന്നു. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് മൂത്തത് 2 സഹോദരിമാരും എനിക്ക് ഇളയത് ഒരു സഹോദരിയുമാണ്. അപ്പോൾ എൻ്റെ ജനന സമയത്ത് എൻ്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് ആ കുടിയേറ്റ ഗ്രാമത്തിലേക്ക് കടന്നു വന്ന് അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ചില വർഷങ്ങൾ തയ്യേനി എന്ന സ്ഥലത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം മലാങ്കട എന്ന സ്ഥലത്തേക്ക് മാറി താമസിച്ച് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. എൻ്റെ ബാല്യകാലത്തിൽ ഞാൻ കണ്ടു വളർന്നത്, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചത്, പിതാവിൻ്റെ കഷ്ടതയും അതുപോലെ പ്രയാസങ്ങളും സുവിശേഷ വേലയിൽ താൻ അനുഭവിക്കുന്ന ഞെരുക്കങ്ങളൊക്കെയാണ്. പലപ്പോഴും ദാരിദ്ര്യം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആഹാരം ഇല്ലാത്ത അവസ്ഥകൾ ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടി ആയിരുന്നു. പരിതപിപ്പാനോ വിഷമിപ്പാനോ ഒന്നും ഇടവരാതെ വണ്ണം ആ ചെറുപ്പകാലത്ത് തന്നെ പിതാവിൻ്റെ പ്രവർത്തനങ്ങളെ കാണുവാനും മനസ്സിലാക്കുവാനും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കിടയായി എന്നതിൽ ഞാൻ ഇന്ന് സന്തോഷിക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇவ்விധം കർത്താവിൻ്റെ പേരിൽ ആയിരിക്കുന്നതിനുള്ള കാരണം അതാണെന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതാണ് എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. ഒരു സുവിശേഷന്റെ കുടുംബത്തിൽ ജനിച്ചു എന്ന കാരണത്താൽ, അല്ലെങ്കിൽ ഒരു സുവിശേഷ ഭവനത്തിലായി തീർന്നു, പിതാവിനോടുകൂടെ സുവിശേഷ കാര്യങ്ങളിൽ തൽപരനായി ജീവിച്ചു എന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ അറിയുവാനോ കർത്താവിൻ്റെ പാതകൾ പിന്തുടരുവാനോ കാരണമായി തീർന്നില്ല. എൻ്റെ ചെറുപ്പകാലത്തിൽ എന്നെ പഠിപ്പിച്ച കാര്യങ്ങൾ, അത് ഒരു സുവിശേഷന്റെ കുടുംബത്തിൽ ജനിച്ച മുഖാന്തരം ദൈവവചനം പഠിപ്പിക്കുന്നു, പ്രാർത്ഥനകളിൽ കടന്നു പോകുന്നു, അതേപോലെ പിതാവിൻ്റെ കൂടെ മറ്റു മീറ്റിങ്ങുകളിൽ കടന്നു പോകുന്നു. ഇതൊന്നും കർത്താവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിന് അത് കാരണമല്ലായിരുന്നു. അപ്പൊ എൻ്റെ ക്രിസ്തീയ ജീവിതം, എൻ്റെ വ്യക്തിപരമായ കർത്താവിൻ്റെ അടുപ്പം എന്ന് പറയുന്നത് അത് എനിക്ക് വ്യക്തിപരമായി തന്നെ ഉണ്ടാകേണ്ടതാണെന്നുള്ള ബോധ്യം എന്നിൽ ഭരിക്കുകയും അങ്ങനെ എൻ്റെ യൗവന കാലഘട്ടത്തിൽ തന്നെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായും കർത്താവായും സ്വീകരിപ്പാനും ജലസ്നാനത്തിൽ കർത്താവിനെ അംഗീകരിപ്പാനും സാക്ഷീകരിപ്പാനും എനിക്ക് സാധിച്ചു. അത് എൻ്റെ സ്കൂൾ കാലയളവിൽ തന്നെ എനിക്കത് സാധിച്ചു എന്നത് ഞാൻ ചാരിതാർത്ഥ്യത്തോടെ ഇപ്പോൾ ഓർക്കുകയാണ്. എന്നാൽ അതിന് കാരണം ഞാൻ ജനിച്ച് വളർന്ന ഒരു സാഹചര്യം ആയെങ്കിൽ തന്നെയും കർത്താവുമായുള്ള ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഇന്ന് നാം പല ഭവനങ്ങളിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തീയ ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഒരുവൻ ക്രിസ്തുവിന്റെ അനുയായിയായി തീരുന്നില്ല. ആ വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ്, വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ആ ബന്ധം എനിക്ക് ദൈവവുമായിട്ട് ഉണ്ടായി, കർത്താവുമായിട്ടുണ്ടായി. അങ്ങനെ എൻ്റെ ചെറുപ്പകാലം കർത്താവിന് സമർപ്പിക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് സന്തോഷത്തോടുകൂടി ഞാൻ ഓർപ്പിക്കുന്നു. ഇതാണ് എൻ്റെ ചെറുപ്പകാലത്തെ കുറിച്ച് സംക്ഷിപ്തമായിട്ട് പറയുവാനുള്ളത്. അതുപോലെ തന്നെ പലരും കർത്താവിനെ അറിയുക, ഒരു സുവിശേഷകനാകുക, ഒരു ക്രിസ്തു ശിഷ്യനാകുക എന്നൊക്കെ പറയുന്നത് പൊതുവിൽ മറ്റുള്ളവരുടെ ധാരണ പണക്കാരനാകുക, അല്ലെങ്കിൽ അങ്ങനെ ആയാൽ വലിയ പണക്കാരനാകും, ഒരു നല്ല വീട് കിട്ടും എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ഒരുപക്ഷെ പലരും ചിന്തിക്കുന്ന കടന്നു വരുന്ന അനുഭവങ്ങളുണ്ട്. ഒരു ഗാനം താങ്കൾ എഴുതിയ ഒരു ഗാനം ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവ. വളരെ പ്രത്യാശാജനകമായ ഒരു ഗാനം. ഒരു സുവിശേഷ ലൈഫിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഓരോ ഗാനങ്ങളും, ഒരുപക്ഷെ താങ്കളോ അതുപോലെ എഴുതുന്ന അനേകർ എഴുതുന്ന ഓരോ ഗാനങ്ങളും ജീവിതാനുഭവങ്ങളിലൂടെ എഴുതുന്ന ഗാനങ്ങളാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ എന്നുള്ള നിലയിൽ, ഒരു ശിഷ്യൻ എന്നുള്ള നിലയിൽ, ഒരു സുവിശേഷകൻ എന്നുള്ള നിലയിൽ ഇറങ്ങുവാൻ
താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതിനോടുകൂടെ തന്നെ ഈ ഗാനം ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവ എഴുതാനുണ്ടായ സാഹചര്യവും കർത്താവിന്റെ ദാസിൽ നിന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം. ഈ ഗാനത്തിന്റെ അനുഭവവും അതുപോലെ തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ പിതാവ് എന്നുള്ള നിലയിൽ, മാതാവ് എന്നുള്ള നിലയിൽ അവരുടെ പ്രേരണയും താങ്കളെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് കേൾക്കുവാൻ താല്പര്യമുണ്ട്. സുവിശേഷ വേല അനേകർ ഇന്ന് ചിന്തിക്കുന്നത് അത് പണസമ്പാദനത്തിനായുള്ളൊരു മാർഗം എന്ന രീതിയിൽ ചിന്തിക്കുകയും അങ്ങനെ കാണുന്നവരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അനേകർ അങ്ങനെ കാണാറുമുണ്ട്. എന്നാൽ എൻ്റെ ചെറുപ്പകാലം മുതൽ തന്നെ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ അറിഞ്ഞതുമായ സത്യമെന്ന് പറയുന്നത് പണസമ്പാദനത്തിനായുള്ളൊരു മാർഗമല്ല സുവിശേഷ വേല. ഏത് ഞെരുക്കത്തിലും കഷ്ടതയിലും പ്രയാസങ്ങളിലും കർത്താവിന് വേണ്ടി ജീവിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവാണ് വേലയ്ക്ക് വിളിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി ആയിരിക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗാമ്യമായിരിക്കുന്നത്. പിതാവിന്റെ ജീവിതത്തിൽ നിന്നും എനിക്കത് പഠിക്കുവാൻ സാധിച്ചു. താൻ അധികം സമ്പാദിക്കുവാൻ തന്റെ ജീവിതത്തിൽ സാധിച്ചിട്ടില്ല, താൻ അധികം സമ്പാദിച്ചിട്ടുമില്ല. എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ ഞങ്ങൾ സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കിയവരല്ല. കാര്യമായ സ്ഥലമോ വീടോ ഒരു ചെറിയ ഭവനം എൻ്റെ പിതാവിനുണ്ടായിരുന്നത് കവിഞ്ഞ് സാമ്പത്തികമായി മറ്റൊന്നും നേടുവാൻ തനിക്ക് സാധിച്ചിട്ടില്ല. അതിൽ ഞങ്ങള് സന്തോഷവാന്മാരായിരുന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും അതുപോലെ ഞങ്ങൾക്കും അതിൽ യാതൊരു വിധത്തിലും ദുഃഖമോ പ്രയാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഞാൻ കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചതിന് ശേഷം എൻ്റെ ജീവിതത്തിലെ തീരുമാനവും ഇത് തന്നെയായിരുന്നു. ജീവിതത്തിൽ എന്നൊക്കെ സംഭവിച്ചാലും പണസമ്പാദനം അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നത് ഒരിക്കലും എൻ്റെ ജീവിത ലക്ഷ്യമായി തീരരുത്. അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കുവോ അതിനുവേണ്ടി പ്രവർത്തിക്കുവോ ചെയ്യരുത് എന്നുള്ള വലിയ ബോധ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അത് ധൈര്യത്തോടെ തന്നെ ഇന്ന് പറയുകയാണ്. ഏകദേശം 25 വർഷമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ട് ഇതുവരെയും സ്വന്തമായി ഒരു സെന്റ് സ്ഥലമോ ഒരു വീടോ ഞാൻ സമ്പാദിച്ചിട്ടില്ല ആ രീതി. അതുകൊണ്ട് അതെനിക്ക് ധൈര്യമായി തന്നെ പറയുവാൻ സാധിക്കും. പണസമ്പാദനത്തിനായുള്ള ഒരു മാർഗമല്ല സുവിശേഷ വേല. കർത്താവ് തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തെ നിവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ പളനിയിലായിരിക്കുന്നു, അന്യദേശത്തായിരിക്കുന്നു. എന്നാൽ സന്തോഷകരമായി ഞങ്ങളുടെ ഇനി അനേക അനുഭവങ്ങൾ പറയാനുണ്ട്. ആ സമയത്ത് ഞാൻ അതൊക്കെ ഓർപ്പിക്കാം. ഇതുവരെയും ഞങ്ങൾക്ക് സ്വന്തമായൊരു ഭവനമില്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്ഥലമില്ലല്ലോ എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലേശമോ ഒരു ദുഃഖമോ ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഞങ്ങൾക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുമില്ല. കാരണം ദൈവം ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം എന്നുള്ളത് കർത്താവിന്റെ വേലയിൽ തുടരുക, കർത്താവിന് വേണ്ടി അനേകരെ നേടുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇപ്പോൾ ഓർപ്പിച്ച ആ ഗാനം ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവ, ആ ഗാനം രചിക്കുവാനുള്ള കാരണം 2021 കോവിഡ് പിടിപെട്ട കാലഘട്ടം. ഞങ്ങൾ കുടുംബമായി എല്ലാവർക്കും കോവിഡ് ബാധിച്ചു. ആ സമയത്ത് എൻ്റെ പിതാവ് തനിക്ക് അവസാന കാലഘട്ടങ്ങൾ താനൊരു ഡയാലിസിസ് പേഷ്യൻ്റായി ഇടയായി തീർന്നു. തനിക്ക് അനേക വർഷങ്ങൾ ഡയബറ്റിക് ഉണ്ടായിരുന്നു. താൻ ഡയാലിസിസ് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഡയാലിസിസിന് വേണ്ടി കൊണ്ടുപോകാനും വരുവാനും എനിക്ക് ഇടയായി. അങ്ങനെ തൻ്റെ ആ ബുദ്ധിമുട്ടുകളൊക്കെ കാണുവാൻ ഇടയായി തീർന്നു. കോവിഡ് സമയത്ത് തന്നെ കൊണ്ട് ആശുപത്രിയിൽ പോയി. പെട്ടെന്ന് രോഗം മൂർച്ഛിക്കുകയും അങ്ങനെ തനിക്ക് ബ്രെയിൻ ഹെമറേജസ് ഉണ്ടാകുകയും അങ്ങനെ തിരുവല്ല മെഡിക്കൽ മിഷനിൽ 12 ദിവസത്തോളം ICUവിലായിരിക്കാനും ഇടയായി തീർന്നു. ആ സമയത്ത് എന്നെ നേരിൽ വന്നൊന്ന് കണ്ട് ആശ്വസിപ്പിക്കുവാനോ എൻ്റെ കൂടെ അല്പസമയം ചെലവഴിപ്പാനോ ആർക്കും കടന്നു വരാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം കോവിഡ് എന്ന മഹാമാരി എനിക്കത് വളരെ വേദന ഉളവാക്കിയ ഒരു സന്ദർഭമായിരുന്നു. ആ സന്ദർഭത്തിലാണ് ഞാൻ ഈ ഗാനം എഴുതുവാനിടയായി തീർന്നത്. അതിലെ ചില വരികൾ അതിനുള്ള ബന്ധത്തിൽ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതാണ്. നീറുന്ന വേദനയാൽ എൻ മാനസം വിങ്ങിടുമ്പോൾ ചാരത്തണഞ്ഞ് നൽ വാർത്ത ചൊല്ലാൻ ഈറൻ മിഴികളിൽ ഊർജമേകാൻ ഇനി എത്ര നാളുകൾ നാഥ. ആരുമില്ലാതിരുന്ന അവസ്ഥയിൽ എനിക്കൊന്ന്
അടുത്ത് വന്നൊരു ആശ്വാസം പറയുവാനോ എൻ്റെ അടുത്തൊന്ന് വരുവാനോ ആണ്. പിതാവിന് വർത്തമാനം പറയുവാൻ സാധ്യമല്ല, തനിക്ക് ബോധമില്ല, ഐസിയുവില് ബോധരഹിതനായി കിടക്കുകയാണ്. എന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി എൻ്റെ സമീപത്ത് ആർക്കും വരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. എൻ്റെ ഭാര്യയ്ക്കോ കുഞ്ഞുങ്ങൾക്കോ ബന്ധുക്കാർക്കോ ആരും വരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. ആ സമയം എൻ്റെ മനസ്സ് വളരെയധികം നീറുമടിയായി തീർന്നു. ആ നീറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വരികളാണ് ആ ഗാനത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ പാടി ആസ്വദിച്ചത് കർത്താവിന്റെ വരവ്. ആ വരവിൽ എൻ്റെ കണ്ണുനീരെല്ലാം മാറും, എൻ്റെ പ്രയാസമെല്ലാം മാറും, എന്നെ ദുഃഖങ്ങളെല്ലാം മാറും. എൻ്റെ ചാരത്ത് വരുവാനും നൽവാർത്ത പറയുവാനും എൻ്റെ കർത്താവ് ഉണ്ടാകും എന്നുള്ള പ്രത്യാശയിൽ ഉരുത്തിരിഞ്ഞ വരികളാണ് അത് എഴുതുവാനിടയായിട്ടുള്ള സാഹചര്യം. താങ്ക് യു. അദ്ദേഹം അനേക ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസൻ രചിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം. ഇപ്പോൾ ഈ ഗാനം ഇനി എത്ര കാലം നാഥ ഇനി എത്ര ദൂരം ദേവ എന്ന അനുഗ്രഹീതമായൊരു ഗാനം പ്രിയ ബ്രദർ രാജു ജോർജ് ദോഹ അവർ ആലപിക്കും. കർത്താവിൻ്റെ ദാസനെ എല്ലാ പ്രാർത്ഥനയുടെ ബഹുമാനത്തോടും കൂടെ ആ ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കുന്നു. ഇനി എത്ര കാലം നാഥ ഇനി എത്ര ദൂരം ദേവാ ഇനി എത്ര കാലം നാഥ ഇനി എത്ര ദൂരം ദേവാ ഈ പാരിലേ കഷ്ടങ്ങൾ തീർന്നിടുവാ ഈ പാരിലെ കഷ്ടങ്ങൾ തീർന്നിടുവാ ഇനി എത്ര കാലം നാഥ ഇനി എത്ര ദൂരം ദേവാ നീറുന്ന വേദനയാ എൻ മാനസം വിങ്ങിടുമ്പോ നീറുന്ന വേദനയാ എൻ മാനസം വിങ്ങിടുമ്പോ ചാരത്തണഞ്ഞു നൽ വാർത്ത ചൊല്ലാൻ ഈറൻമിഴികളിൽ ഊർജമേകാ ചാരത്തണഞ്ഞു നൽ വാർത്ത ചൊല്ലാൻ ഈറൻമിഴികളിൽ ഊർജമേകാ ഇനി എത്ര നാളുകൾ നാഥ ഇനി എത്ര നാളുകൾ നാഥ ഇനി എത്ര കാലം നാഥ ഇനി എത്ര ദൂരം ദേവാ രോഗങ്ങളാൽ ഹൃദയം കനലായെരിഞ്ഞിടുമ്പോ രോഗങ്ങളാൽ ഹൃദയം കനലായെരിഞ്ഞിടുമ്പോ
ദേഹം ക്ഷയിക്കാത്ത നാട്ടിലെത്തി, ആശ്വാസമഴയിൽ കുളിരണിയാ. ദേഹം ക്ഷയിക്കാത്ത നാട്ടിലെത്തി, ആശ്വാസമഴയിൽ കുളിരണിയാ. താമസമിനിയുമോ നാഥ, താമസമിനിയുമോ നാഥ, ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവാ. കാഹളനാദം കാതിൽ മുഴങ്ങുവാൻ കാത്തിടുന്നേ, കാഹളനാദം കാതിൽ മുഴങ്ങുവാൻ കാത്തിടുന്നേ. കാന്തയാം സഭയെ പരിണയിക്കാൻ, കാന്തനു മൊത്തങ്ങു പരിലസിക്കാൻ. കാന്തയാം സഭയെ പരിണയിക്കാൻ, കാന്തനു മൊത്തങ്ങു പരിലസിക്കാൻ. വേഗം വരേണമേ നാഥ, താമസമരുതേ ദേവാ. ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവാ. ഈ പാരിലെ കഷ്ടങ്ങൾ തീർന്നിടുവാ, ഈ പാരിലെ കഷ്ടങ്ങൾ തീർന്നിടുവാ. ഇനി എത്ര കാലം നാഥ, ഇനി എത്ര ദൂരം ദേവാ. താങ്ക് യു. നമ്മുടെ കർത്താവിൻ്റെ കാലം അധികമില്ല എന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുന്ന അനുഗ്രഹീതമായൊരു ഗാനം. അനേക ഗാനങ്ങൾ കർത്താവിൻ്റെ ദാസൻ എഴുതിയിട്ടുണ്ട്. ഏതാണ്ട് 1975 ജനിച്ച് 1998 കിണർമുക്ക് നടന്ന ഒരു YMF ക്യാമ്പിനോടുള്ള ബന്ധത്തിലാണ് കർത്താവിൻ്റെ ദാസൻ അങ്ങ് കർത്താവിനെ ആ വിളി കേട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ഞാൻ കേൾക്കുവാനിടയായി. ഏതാണ്ട് ഈ നീണ്ട 23 വർഷക്കാലം, ഈ 98 കാലഘട്ടം വരെ താങ്കളുടെ ആത്മീയ ജീവിതത്തിന്, ആത്മീയമായ വളർച്ചയ്ക്ക്, കർത്താവിനെ അറിയുവാന്, സ്നാനത്തോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്ക് താങ്കളുടെ മാതാവും പിതാവും എത്രത്തോളം സംഭാവനകൾ, സഹായങ്ങൾ ചെയ്തു എന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ ദാസനിൽ നിന്നും ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഞാൻ രക്ഷിക്കപ്പെട്ടത് ഞാൻ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്കൂൾ കാലയളവിൽ തന്നെയായിരുന്നു. ആ സമയങ്ങളിൽ തന്നെ എൻ്റെ പിതാവ് പല സ്ഥലങ്ങളിലേക്ക് കർത്തൃവേലയ്ക്കായി കടന്നു പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടു പോകുക പതിവായിരുന്നു. പ്രത്യേക ആ നാളുകളിൽ ആളാം പ്രതിവേല അധികമായി ചെയ്യുന്ന സമയങ്ങളാണ്. മലകൾ കയറി ഇറങ്ങി ഭവനങ്ങൾ സന്ദർശിച്ച് സുവിശേഷം അറിയിക്കുന്ന വേലയ്ക്കായി കടന്നു പോകുമ്പോൾ താൻ എന്നെയും കൂട്ടിക്കൊണ്ടാണ് ഓരോ ഭവനങ്ങളിൽ കൂടി കടന്നു പോവുകയും ആ വേല ചെയ്യുകയും ചെയ്യുന്നത്. ഞാൻ തന്നോടുകൂടെ പോയി ആ വേലയിൽ എനിക്കൊന്നും പറയുവാൻ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യുവാനില്ല എങ്കിൽ തന്നെയും തന്നോടുകൂടെ പോകുവാൻ പല സ്ഥലങ്ങളിലും ഇടയായി തീർന്നിട്ടുണ്ട്. ആ കാലയളവുകളിൽ എൻ്റെ പിതാവ് കാസർഗോഡ് ജില്ലയിൽ എബനേസർ ഗോസ്പൽ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ടീം വർക്ക് ആരംഭിച്ച് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലയളവായിരുന്നു. അങ്ങനെ കാസർഗോഡ് ജില്ലയുടെ മലയോര പ്രദേശങ്ങളിലെല്ലാം ആ ടീമിനോട് ചേർന്ന് ഞാനും കടന്നുപോയി പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അന്നൊക്കെ എൻ്റെ പ്രധാന ശുശ്രൂഷ എന്ന് പറയുന്നത് മൈക്ക് ചുമക്കുക, അതേപോലെ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുക, അത് ബസ്സിൽ കയറ്റി അടുത്ത ക്യാമ്പ് നടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, അതവിടെ ഇറക്കി വെക്കുക. ഇതൊക്കെയാണ് എൻ്റെ ഉത്തരവാദിത്വം. പിതാവ് എന്നെയാണ് ആ കാര്യങ്ങൾക്ക് ഏൽപ്പിച്ച് എന്നോട് പറയും, ഇന്ന സ്ഥലത്തേക്ക്
മൈക്ക് സെറ്റ് കാര്യങ്ങളൊക്കെ നീ കയറ്റി ഈ ബസ്സിന് കയറ്റി ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ അങ്ങനെ ആ മൈക്ക് സെറ്റും കാര്യങ്ങളൊക്കെ ബസ്സിൽ കയറ്റി ക്യാമ്പ് നടക്കുന്ന ആ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവിടെ വൈകുന്നേരങ്ങളിൽ പരിശുശ്രൂഷ ഉണ്ടാകും, പകൽ സമയങ്ങളിൽ ഭവന സന്ദർശനം ഉണ്ടാകും. ഇതിലൊക്കെ ഞാൻ ആ രീതിയിൽ സംബന്ധിക്കുവാനും അതെല്ലാം കാണുവാനും മനസ്സിലാക്കുവാനും എനിക്ക് ഭാഗ്യം ലഭിച്ചു. അപ്പോൾ എൻ്റെ ആത്മീയ പിതാവ് എന്ന് പറയുന്നതും എൻ്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നതും എൻ്റെ പിതാവ് തന്നെയാണ്. എന്നെ ആത്മീയമായി വളർത്തുന്നതിൽ എൻ്റെ മാതാപിതാക്കൾക്ക് വലിയ പങ്ക് ആ രീതിയിൽ ഉണ്ടായിരുന്നു. ആ രീതിയിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതേപോലെ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്ന YMEF ബാലസംഘം ഇതുപോലെ ഉള്ള പ്രവർത്തനങ്ങളിലും ഞാൻ സജീവമായി പങ്കെടുക്കുകയും ആ രീതിയിൽ മുന്നോട്ട് കടന്നു വരികയും ചെയ്തൊരു വ്യക്തിയാണ്. കാസർഗോഡ് ജില്ലയിലെ ബാലസംഘത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം സ്കൂൾ നാളെയുള്ള കാലം മുതൽ തന്നെ വളരെ ഉത്സാഹത്തോടുകൂടി കടന്നു പോവുകയും പങ്കുചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ YMEF-ന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് ഇട നൽകിയിട്ടുണ്ട്. ഇതെല്ലാം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കുന്നതിൽ ഒരു കാരണമായി തീർന്നു, അല്ലെങ്കിൽ ആ വേല ചെയ്യുവാൻ എന്നെ ഉത്സാഹിപ്പിച്ചതിൽ ഒരു കാരണമായി തീർന്നു എന്ന് പറയാതിരിക്കുവാൻ തരമില്ല. അതുകൊണ്ട് എൻ്റെ ആത്മീയ ഗുരുവും ആത്മീയ പിതാവും എൻ്റെ പിതാവ് തന്നെയാണ് എന്ന് പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട്. പ്രധാനമായിട്ടും പലപ്പോഴും ഒരു ജോലിയോ ഒരു നല്ല സ്ഥാനത്ത് ദൈവം നമ്മെ കൊണ്ടെത്തിക്കും. പഠിച്ച് നല്ലൊരു ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടുന്ന ജോലി, അല്ലെങ്കിൽ ആ കുടുംബത്തിന് നമ്മളൊരു വലിയ അനുഗ്രഹമായി എന്ന് തോന്നുന്ന സന്ദർഭത്തിലാകാം ചിലപ്പോൾ ദൈവം നമ്മെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നത്. അങ്ങേ കർത്താവ് ആ സ്ഥാനത്ത് നിന്ന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചപ്പോൾ പെട്ടെന്ന് അങ്ങേക്കുണ്ടായ ഫീലിംഗ് എന്താണ്? ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം ബൈബിൾ സ്കൂളിലേക്ക് ദൈവദിനം പഠിക്കുവാൻ വേണ്ടി കടന്നുപോയി. ബൈബിൾ സ്കൂളിലേക്ക് ഞാൻ ദൈവദിനം പഠിക്കുവാൻ കടന്നു പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പൂർണ്ണ സമയമായി കർത്തൃവേലയ്ക്ക് വേണ്ടി എന്നെ സമർപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഒട്ടുമില്ലായിരുന്നു. ക്രമീകൃതമായി വചനം പഠിക്കണം എന്നൊരു ചിന്ത മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ 93-ലാണ് ബദലം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്തനംതിട്ടയിൽ കടന്നു പോവുകയും അവിടെ ദൈവവചനം പഠിക്കുവാനും ഇടയായി തീർന്നു. പഠിക്കുന്ന കാലയളവിലെങ്ങും എനിക്ക് ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കണം എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലില്ലായിരുന്നു. നേരെ മറിച്ച് എൻ്റെ ചിന്ത മുഴുവനും ദൈവവചനം പഠിക്കുക, അതിനുശേഷം ദൈവം ആക്കുന്ന സ്ഥാനത്ത് ഒരു ജോലിയുള്ള ബന്ധത്തിൽ നിന്നുകൊണ്ട് കർത്തൃവേല ജോലിയുള്ള ബന്ധത്തിൽ എന്നാലാവുന്നോളം ചെയ്യുക എന്നുള്ള ചിന്ത മാത്രമേ എനിക്ക് ആ കാലയളവിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് പിതാവിനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കണം, തന്റെ വേലയ്ക്ക് ആ രീതിയിൽ ചുമൽ കൊടുക്കണം, തന്റെ പ്രയാസങ്ങളിൽ സഹകരിക്കണം എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ ഭരിച്ചത്. ദൈവവേല ചെയ്യുവാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലാഞ്ഞിട്ടോ അല്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായി തന്റെ ആവശ്യങ്ങളിൽ എനിക്ക് സഹായിക്കണം. അങ്ങനെ സഹായിക്കണമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു ജോലി പ്രവേശിച്ചെങ്കിൽ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ എന്നൊരു ചിന്തയാണ് എന്നെ അധികമായി ഭരിച്ചത്. അതുകൊണ്ട് ദൈവദിനം പഠിച്ചു, ദൈവദിനം ക്രമീകൃതമായി പഠിച്ചതിന് ശേഷം ഞാൻ ഒരു പർച്ചേസ് മാനേജരായി ഒരു കമ്പനിയിൽ ജോലി ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഏകദേശം 2 വർഷത്തോളം അവിടെ ഞാൻ ജോലി ചെയ്തു. എന്നാൽ ആ ജോലി സമയങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ അസ്വസ്ഥതകളായിരുന്നു. കാരണം ആ ജോലി നിൽക്കുമ്പോൾ വീണ്ടും വിധം ദൈവവേലയ്ക്ക് കടന്നു പോകുവാനോ അല്ലെങ്കിൽ മറ്റുള്ള മീറ്റിങ്ങുകൾ കടന്നു പോകുവാനോ ഒന്നും എനിക്ക് സാധ്യമായി തീർന്നില്ല. എൻ്റെ ജീവിതത്തിലെ ഒരു ഇരുണ്ട കാലയളവെന്ന് വേണം ഞാൻ അതിനെ വിശേഷിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നത്. വീണ്ടും വണ്ണം മീറ്റിങ്ങുകൾ കടന്നു പോകാൻ ഞായറാഴ്ചത്തെ ഒരു ആരാധന കൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് ഞാൻ മാറി. എന്ന് പറഞ്ഞാൽ തിങ്കൾ മുതൽ ശനി വരെയും ആ ജോലിയിൽ വ്യാപൃതനായി തീരുകയും രാത്രി സമയങ്ങളിൽ തിരികെ ഭവനത്തിൽ കടന്നു വരികയും അങ്ങനെ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാലയളവായിരുന്നു അത്. ആ കാലങ്ങളിൽ എൻ്റെ വിവാഹവും കഴിഞ്ഞു. അപ്പോ ആ രീതിയിൽ കുടുംബത്തെ നോക്കി മുന്നോട്ട് പോകുക, അവരുടെ ആവശ്യങ്ങളിൽ സഹകരിക്കുക എന്നുള്ള ഒരു ചിന്ത മാത്രം എന്നെ ഭരിച്ചു. എന്നാൽ അന്ന് കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു YMEF ക്യാമ്പ്, അതൊരു ഒരു ബൈബിൾ ക്ലാസ് ആയിരുന്നു. ആ ക്യാമ്പില് എനിക്ക് കടന്നു പോകാൻ വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ചില ദിവസങ്ങളിൽ ജോലി മാറ്റിവെച്ച് ഞാൻ ആ ക്യാമ്പിൽ
സംബന്ധിക്കുമിടയായി തീർന്നു. ആ ക്യാമ്പിൽ വെച്ചാണ് എന്നോട് പൂർണ്ണമായും കർത്താവിന്റെ ദൈവവിളി എനിക്ക് ഉണ്ടാകുകയും എന്റെ പൂർണ്ണ സമയവും ആ ജോലി ഉപേക്ഷിച്ച് കർത്തൃവേലയിൽ തുടരേണ്ടുന്ന ആവശ്യകത എനിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ 98 എന്നെ പൂർണ്ണമായും കർത്തൃകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ വേലയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുകയായി തീർന്നു. എൻ്റെ മാതാപിതാക്കളും അതേപോലെ മറ്റുള്ള സ്ഥലസഭയിലെ സഹോദര സഹോദരിമാരും എൻ്റെ കൂടപ്പിറപ്പുകളും ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുവാൻ കാരണമായി തീർന്നു. അങ്ങനെ ഞാൻ കർത്തൃവേലയ്ക്ക് എന്നെ തന്നെ സമർപ്പിച്ചു. മാത്രമല്ല, അങ്ങ് അനേക ഗാനങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് കേൾക്കുവാനിടയായി. എത്ര ഗാനങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട്? എന്നാണ് ആദ്യത്തെ ഗാനം എഴുതാനിടയായത്? ഇന്നും ഗാനങ്ങൾ എഴുതുന്നുണ്ടോ? അതിന് താങ്കളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ അത് ജീവിതാനുഭവങ്ങളാണോ, അതോ വ്യക്തിപരമായ മെഡിറ്റേഷൻസ് ആണോ? എന്താണ് താങ്കളെ പ്രേരിപ്പിക്കുന്നതെന്ന് ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. ഞാൻ എഴുതാൻ ആരംഭിക്കുന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു കവിതയാണ് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. അത് എഴുതാൻ ഒരു കാരണമുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ KSUവിന്റെ ഒരു പ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നു. സജീവ പ്രവർത്തനമൊന്നുമല്ല, എങ്കിൽ തന്നെയും അനുഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആ സമയത്തായിരുന്നു രാജീവ് ഗാന്ധിയുടെ മരണം. ആ മരണം എനിക്ക് വല്ലാതൊരു വേദന നൽകുകയും അങ്ങനെ കൊഴിഞ്ഞു പോകുന്ന റോസാപ്പൂ എന്ന് പറയുന്ന ഒരു കവിത എഴുതുവാനിടയായി തീർന്നു. ആ കവിത എൻ്റെ മലയാള അധ്യാപകനെ ഞാൻ കാണിച്ചു. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് പ്രോത്സാഹനം ലഭിച്ചു. അതോടെ ആ കാര്യങ്ങൾ അവസാനിച്ചു. എന്നാൽ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ സമയത്താണ് ചില ക്രിസ്തീയ ഗാനങ്ങൾ രചിക്കുവാനിടയായി തീർന്നത്. അന്ന് ഗാനങ്ങൾ രചിച്ചു. അന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ചില സഹോദരന്മാരെ എൻ്റെ ഗാനങ്ങളൊക്കെ ഞാൻ പാടി കേൾപ്പിച്ചു. എന്നാൽ വേണ്ടുന്ന പ്രോത്സാഹനമൊന്നും അന്ന് എനിക്ക് ലഭിച്ചിരുന്നില്ല. അവര് അത് കേട്ടു എന്നുള്ളതല്ലാതെ പിന്നീട് ഗാനങ്ങൾ എഴുതുവാനൊരു പ്രോത്സാഹനം ആ രീതിയിൽ എനിക്ക് ലഭിച്ചു എന്ന് എനിക്ക് പറയുവാൻ സാധ്യമല്ല. അതിനുശേഷം പല ജീവിതാനുഭവങ്ങൾ വരുമ്പോഴും ഞാൻ ഗാനങ്ങൾ രചിക്കും. അത് പലപ്പോഴും ഞാൻ മാത്രം പാടി ആസ്വദിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഗാനങ്ങൾ എഴുതാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഇരിക്കാറില്ല. പാട്ട് എഴുതാൻ വേണ്ടി പർപ്പസ്ഫുള്ളി ഞാൻ പാട്ടെഴുതാൻ വേണ്ടി ഇരിക്കാറില്ല. പലപ്പോഴും എൻ്റെ പ്രാർത്ഥനകളും അതേപോലെ എൻ്റെ ജീവിത അനുഭവങ്ങളും വേദനകളും സന്തോഷങ്ങളും ജീവിത സാഹചര്യവും മാത്രമാണ് എൻ്റെ ഗാനത്തിന്റെ പിന്നാമ്പുറം. മറ്റനേക ഗാനങ്ങൾ ഞാൻ പളനിയിൽ വന്നതിന് ശേഷവും എഴുതിയുണ്ടായി. അതൊക്കെ ആദ്യകാലങ്ങളിൽ ഞാൻ സുവിശേഷ വേലയിൽ ആയിരുന്ന സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ആ ഗാനങ്ങളായിട്ട് എഴുതുകയുണ്ടായി. എന്നാൽ ആ ഗാനങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ കൈവശമില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു. കാരണം അന്ന് ആ രീതിയിൽ പ്രോത്സാഹനം ലഭിച്ചില്ല. ഞങ്ങൾ പാടും, ഞങ്ങള് കുടുംബമായി ചിലപ്പോൾ പാടും, ഞാൻ പലപ്പോഴും തനിയെ പാടും. അങ്ങനെ അതൊക്കെ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ 2021 ശേഷം എഴുതിയ ഏകദേശം 10ഓളം ഗാനങ്ങൾ മാത്രമാണ് എൻ്റെ കൈവശം ഇപ്പോൾ അവശേഷിക്കുന്നത്. അങ്ങെഴുതിയ മറ്റൊരു ഗാനം നീലാകാശവും മിന്നും താരങ്ങളും പച്ചപ്പുതപ്പോരി ധരണീതും ദൈവമഹത്വത്തെ വർണ്ണിച്ചിടും ദൈവത്തിന് അത്ഭുത കൈവേലകൾ. ഈ ഗാനത്തെക്കുറിച്ച് 2 വാക്ക് കേട്ടിട്ട് നമുക്ക് ആ ഗാനം പ്രിയ സഹോദരി ഗോഡ്സി എബനേസർ എറണാകുളം ആലപിക്കും. നമുക്കത് കേൾക്കാം. കർത്താവിന്റെ ദാസിൽ നിന്നും ഈ ഗാനത്തെക്കുറിച്ച് 2 വാക്ക്. ഈ ഗാനം ഞാൻ എഴുതുന്നത് 2022 ഇത് എഴുതാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ പിതാവിന്റെ മരണശേഷം തിരികെ പളനിയിൽ പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷം വീണ്ടും നാട്ടിലേക്ക് കടന്നുപോയി. അവിടെ ഒരു നല്ല വേനൽ സമയത്തായിരുന്നു ഞാൻ കടന്നുപോയത്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ദൗർലഭ്യം ഉണ്ടായിരുന്നു. ആവശ്യത്തിന് ജലമില്ലാത്ത അവസ്ഥ. ഞങ്ങള് വെള്ളത്തിന് വേണ്ടി അയൽപക്കങ്ങളിൽ നിന്നെല്ലാം വാങ്ങുന്ന ഒരു അവസ്ഥയുണ്ടായി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുഴൽക്കിണർ അല്പം കൂടി ആഴം കൂട്ടിയാൽ വെള്ളം ലഭിക്കുമെന്നുള്ള ഒരു ചിന്ത എന്റെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ അവിടെയുള്ള കുഴൽക്കിണർ ആഴം കൂട്ടുവാനും ഇടയായി തീർന്നു. എന്നാൽ ആഴം കൂട്ടിയതിനു ശേഷം വളരെ ദുഃഖകരമായ ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. അതുവരെ അല്പമെങ്കിലും വെള്ളം ലഭിക്കുമായിരുന്നു. എന്നാൽ ആഴം കൂട്ടിയതിനു ശേഷം അല്പം പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. അത് എൻ്റെ ജീവിതത്തെ വളരെയധികം വേദനിപ്പിച്ചു. പ്രാർത്ഥനയോടെ ആണ് ആ കാര്യങ്ങൾ ചെയ്തെങ്കിൽ തന്നെയും
അത് വളരെ മാനസിക വിഷമത്തിന് ഇടയാക്കി തീർത്തു. അവിടെ താമസിക്കാൻ വയ്യാത്തൊരു സ്ഥിതിവിശേഷമുണ്ടായി. അപ്പൊ എൻ്റെ മാതാവിനെയും അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഞങ്ങൾ അടുത്തുള്ള എൻ്റെ സഹോദരിയുടെ ഭവനത്തിലേക്ക് അയച്ചതിന് ശേഷം ഞാനും എൻ്റെ ഭാര്യയും ഭവനത്തിലായിരുന്നു. ഞങ്ങൾ അയൽപക്കത്തുനിന്ന് വെള്ളം വാങ്ങി ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമില്ല. എന്നാൽ 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാം എന്ന് വിചാരിച്ച് ആ കുഴൽക്കിണർ പരിശോധിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം മുകൾ വരെയും വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടയെ തീർന്നു. അപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ വന്ന ഒരു വരികളായിരുന്നു: വെയിലും മഴയും നീരുറവുകളും വയലിൽ പൂക്കും ചെന്താമരകൾ, നാഥ നിൻ ഉത്തമ കരവിരുതാകിയാൽ വേണ്ടിനി ആകുലം മനുജനിക. ഞാൻ ആ വരിയാണ് ആദ്യം എഴുതിയത്. ആ പാട്ടിന്റെ പ്രാരംഭവും അവസാനവും ഒക്കെ അതിന് ശേഷം ചില മാസങ്ങൾക്ക് ശേഷം എഴുതി അതിനോട് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ഈ പാട്ട് എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി കണ്ട് എൻ്റെ മനസ്സ് ആനന്ദിച്ച ഒരു സന്ദർഭത്തിലാണ് ഞാൻ ആ പാട്ട് എഴുതിയത്. വെയിലും മഴയും നീരുറവുകളെല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ദൈവത്തിന്റെ കരവിരുതാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ദുഃഖിക്കുവാൻ ഒരു കാരണവുമില്ല. എന്തിനാണ് ഞാൻ ദുഃഖിക്കുന്നത് എന്ന് എന്നോട് തന്നെ പറഞ്ഞ് എന്നെ ആശ്വസിച്ച വരികളാണ് ആ പാട്ടിലുള്ളത്. താങ്ക് യു. ആ ഗാനം നമുക്ക് കേൾക്കാം. സഹോദരി ഗോഡ്സി എബനേസർ എറണാകുളം ആ ഗാനം ആലപിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും പ്രിയ സഹോദരിയെ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
കൗശലം പാടാം സ്തുതി പാടിടാം മോദമുടെ പാടാം സ്തുതി പാടിടാം താങ്ക് യു സിസ്റ്റർ. വളരെ ലളിതമായ ഒരു ലളിത സംഗീതം, ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആശയങ്ങൾ. പ്രിയദാസനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വേലയിലേക്ക് വേർതിരിഞ്ഞ് പിന്നെയും ദൈവവചനം പഠിക്കുകയൊക്കെ ചെയ്ത് പളനി എന്ന് പറയുന്ന ഒരുപക്ഷെ മതപരമായ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പട്ടണത്തിലേക്ക് താങ്കൾ എങ്ങനെ കടന്നു വന്നു, പളനിയിലെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ആ കാര്യങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടി ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പല ഗാനങ്ങൾ രചിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ ഈണം പകർന്നത്, സംഗീതം പകർന്നത് മറ്റ് പല സഹോദരന്മാരുമാണ്. കൂടുതലും അഗസ്ത്യൻ മാത്യു രാജപുരം, അതുപോലെ സേവ്യർ മാത്യു രാജപുരം, മറ്റ് ചില സഹോദരന്മാരും സഹോദരിമാരൊക്കെ ഗാനങ്ങൾക്ക് ഈണം പകർന്ന് അത് അനുഗ്രഹമാക്കി തീർക്കുന്നതിൽ പങ്കുവഹിച്ച ആൾക്കാരാണ്. ചില ഗാനങ്ങൾക്ക് ഞാൻ തന്നെ ഈണം കൊടുത്തിട്ടുണ്ട്. പളനിയിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഞാൻ വേലയ്ക്ക് വേർതിരിഞ്ഞതിന് ശേഷം എൻ്റെ മാതൃസഭയോട് ചേർന്ന് ഏകദേശം 2 വർഷക്കാലം പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. ആ കാലയളവിൽ തന്നെ എനിക്കൊരു പുതിയ സ്ഥലത്ത് പോയി പ്രവർത്തിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും വാഞ്ചയും ഉണ്ടായിരുന്നു. ഒരു പുതിയ സ്ഥലത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ച ഭാഷയല്ലാതെ മറ്റു ഭാഷ സംസാരിക്കുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ മറ്റ് സാംസ്കാരികമായി വേറിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൽ പോയി കർത്താവിന് വേല ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിനെ അധികമായി ഭരിച്ചിരുന്നത്. അതുകൊണ്ട് 99 തന്നെ ഞാൻ കർണാടക എന്ന സ്ഥലത്ത് കടന്നുപോയി വേല ചെയ്യുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ വിരാജ്പേട്ട എന്ന സ്ഥലത്ത് കടന്നു പോകുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഏകദേശം ഞാൻ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എൻ്റെ മൂത്ത മകന്, അപ്പോൾ അവന് ഏകദേശം 6 മാസം 7 മാസം പ്രായം മാത്രമേ ഉള്ളൂ, അവന് പെട്ടെന്നൊരു ഫിക്സ് വരികയും പനി വരികയും അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി തീരേണ്ട ഒരു അവസ്ഥ കടന്നു വരികയും ചെയ്തു. അത് ഒരു തുടർന്നുള്ള ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് അവൻ ആവശ്യമാണ് എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. അത് മാത്രമല്ല, തണുപ്പ് അധികമായുള്ള സ്ഥലങ്ങളിൽ കടന്നു പോകുന്നത് അവന്റെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടായി തീരും എന്നും നിർദ്ദേശിച്ചത് മുഖാന്തരം കർണാടക കുടക് എന്ന് പറയുന്ന സ്ഥലത്തായതുകൊണ്ട്, തണുപ്പ് അധികമായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് അവിടെ തുറന്നു പോകുവാനുള്ള സാഹചര്യം എൻ്റെ മുമ്പിൽ കണ്ടില്ല. അപ്പോൾ അത് എനിക്ക് ദൈവത്തിന്റെ ഒരു വഴി നടത്തുതലല്ല, ദൈവത്തിന്റെ ഹിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ അങ്ങോട്ട് പോകുവാനുള്ള കാര്യങ്ങൾ മാറ്റിവെച്ച് തുടർന്നും ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥനയോടെ ഒരു പുതിയ സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് 2000 ഞാൻ ആസാമിൽ YMEF നോർത്ത് ഡിവിഷന്റെ ഒരു ക്യാമ്പ് നടക്കുകയാണ്, അവരുടെ സുവിശേഷ വേല നടക്കുകയാണ്. 2 മാസം ആസാമിലെ ആ വേലയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ആസാമിലേക്ക് ഞാൻ കടന്നുപോയി. ആ നാളുകളിൽ ആസാമില് അധികം പ്രവർത്തകരൊന്നുമില്ല. എൻ്റെ അറിവനുസരിച്ച് അന്ന് 3 പേരാണ് ആസാമിൽ പ്രവർത്തിക്കുന്നത്. റെങ്കിയിലെ സൈമൺ ചായൻ, അതുപോലെ ഗുവാഹട്ടിയിലെ ഒരു അങ്കിൾ, അതേപോലെ എബി ബ്രദർ. ഇവർ 3 പേരുമാണ് അന്ന് ആസാമിൽ പ്രവർത്തിക്കുന്നത്. അന്ന് പല സ്ഥലങ്ങൾ ആസാമിൽ സന്ദർശിച്ചു. അങ്ങനെ ഞങ്ങൾ ടീമായിട്ട് ഗൊലഘാട്ട് എന്ന ഒരു സ്ഥലത്ത് കടന്നുപോയി. ആ ഗൊലഘാട്ട് കടന്നു പോയപ്പോൾ എനിക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കണം എന്നുള്ള വലിയ ഒരു ആഗ്രഹവും വാഞ്ചിയും എന്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ
അവിടെ നിന്ന് തിരികെ പോരുമ്പോൾ തിരികെ ഗോലഹാട്ടേക്ക് കടന്നു പോകണം, അവിടെ സുവിശേഷ വേല ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ തിരികെ ഭവനത്തിലേക്ക് കടന്നു വന്നത്. എന്നാൽ അതും ദൈവികതമല്ലായിരുന്നു. ദൈവം എന്നെ അതിന് അനുവദിച്ചില്ല. തുടർന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചില നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ വല്യപ്പച്ചൻ ഈ പളനിയെ കുറിച്ച് എന്നോട് ആദ്യമായി പറയുന്നത്. എനിക്ക് അതുവരെയും പളനിയെ കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല. തമിഴ് ലാംഗ്വേജ് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ ആരെയും എനിക്ക് അത്ര പരിചയമില്ല. എന്നാൽ എൻ്റെ വല്യപ്പച്ചൻ പറയാൻ കാരണം, എൻ്റെ വല്യപ്പച്ചന്റെ പെങ്ങള് അവർ കുടുംബമായി ഈ പഴനിയിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചു. അവർ ഏകദേശം 1960 കാലഘട്ടങ്ങളിൽ ഈ പ്രദേശത്ത് കടന്നു വരികയും പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുകയും അങ്ങനെ പഴനിയിൽ അവരൊരു പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ അവരുടെ ആ ശാരീരിക വൈഷമ്യങ്ങൾ മൂലം ആ പ്രവർത്തനം ഏകദേശം 95 കാലയളവുകളിൽ അവര് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നേരിട്ടു. അപ്പൊ അപ്പച്ചന്റെ ഓരോ മാസങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങൾ കൂടുമ്പോൾ തന്റെ പെങ്ങളെ സന്ദർശിക്കുവാൻ ഇവിടെ കടന്നു വരുമായിരുന്നു. അങ്ങനെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നിന്ന് നിൽക്കുന്ന കാര്യമൊക്കെ അപ്പച്ചൻ അറിയുകയും അപ്പച്ചൻ വന്ന് എന്നോട് ഇത് പങ്കുവെക്കുകയും ചെയ്തു. ഇങ്ങനെ പളനി എന്നൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നീ പോയി പ്രവർത്തിക്കുവാൻ നിനക്ക് താല്പര്യമെങ്കിൽ ഞാൻ എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാം. അങ്ങനെ അപ്പച്ചനും ഞാനും ചേർന്നാണ് ആദ്യമായി, എൻ്റെ വല്യപ്പച്ചനും ഞാനും ചേർന്നാണ് ആദ്യമായി ഈ പഴനിയിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ കടന്നു വരുമ്പോൾ തന്നെ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇതൊരു കഠിനമായ പ്രദേശമാണ്, ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഏതൊക്കെ രീതിയിൽ എനിക്കിവിടെ പ്രവർത്തിക്കുവാൻ സാധിക്കും എന്നതിനെ കുറിച്ചുള്ള ഒരു വലിയ സംശയം എനിക്കുണ്ടായി. എങ്കിലും ദൈവാത്മാവ് എന്നിൽ വളരെയധികം എന്നെ പ്രേരിപ്പിച്ചു. ആ രീതിയിൽ എനിക്ക് ഒരു ദർശനം നൽകി. എനിക്കുള്ള പ്രവർത്തന സ്ഥലം ഇതാണ് എന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തി. മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നതിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ല. വൈഷമ്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അപ്പോൾ ചിന്തിച്ചില്ല. എനിക്കപ്പോൾ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 കുഞ്ഞുങ്ങളുമായി മൂത്ത മകൻ അപ്പോൾ ഏകദേശം 2 വയസ്സ് പ്രായമാകുന്നതേ ഉള്ളൂ. ഇളയ കുഞ്ഞിന്, രണ്ടാമത്തവന് 6 മാസം പ്രായം. അങ്ങനെ ആ 2 കുഞ്ഞുങ്ങളുമായി ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങള് പഴനിയിലേക്ക് പ്രവർത്തനത്തിന് വേണ്ടി കടന്നു വന്നു. കടന്നു വരുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാൻ വായിക്കുന്ന ചില പുസ്തകങ്ങളും ഏതാനും ചില പാത്രങ്ങളും മാത്രമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങള് അവിടെ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ പഴനിയിലേക്ക് കടന്നു വരികയാണ്. അബ്രഹാമിനോട് പറഞ്ഞ പോലെ എന്നെ കാണിപ്പാനിക്കുന്ന ദേശത്തേക്ക് നീ പോക, അത് മാത്രമാണ് എൻ്റെ മനസ്സിന് മുമ്പിലുള്ളത്. മറ്റൊന്നും എനിക്കറിയില്ല. തമിഴ് ലാംഗ്വേജ് അറിയില്ല. അതേപോലെ ആ ലാംഗ്വേജോട് യാതൊരു പരിചയവുമില്ല. തമിഴ്നാട്ടിൽ വന്ന് നിന്ന അനുഭവം എനിക്ക് അതിനു മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല. തമിഴ്നാട്ടിൽ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ തമിഴ് ഭാഷ കൈവശമില്ല. തമിഴ്നാട്ടിൽ വന്ന് പഠിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ യാതൊരു വിധത്തിലുള്ള ആ ലാംഗ്വേജുമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരവുമായിട്ടോ യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. എന്നാൽ എനിക്ക് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു, പഴനിയിലേക്ക് കടന്നു പോവുക, അവിടെ പ്രവർത്തിക്കുക, അത് മാത്രം എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അത് തിരഞ്ഞെടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത്, ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ കർത്താവിന്റെ സാക്ഷിയായി നിൽക്കണം. മുമ്പിൽ വളരെയധികം വൈഷമ്യങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചു തന്നെയാണ് എൻ്റെ കാലുകൾ ഞാൻ ഇവിടെ വെച്ചത്. പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ക്ലേശങ്ങൾ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു. എന്നാൽ ദൈവം കൂടെ ഉണ്ടാകും എന്നുള്ള പൂർണ്ണ ഉത്തമ വിശ്വാസം, ആ വിശ്വാസത്തോടുകൂടി ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു. ആദ്യ കാലഘട്ടങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. തുടർന്ന് അത് പറയുവാൻ സമയമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ പളനി എന്ന് പറയുന്ന പ്രദേശത്തെ കർത്താവിൻ്റെ ദാസൻ കുടുംബമായിട്ട് കടന്നു വന്നു, ഭാര്യയും 2 കുഞ്ഞുങ്ങളുമായി, ഒരുപക്ഷെ പറഞ്ഞാൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായി. സത്യത്തിൽ അവിടെയുള്ള അനുഭവങ്ങൾ, ഇനി ഒരുപക്ഷെ നാം കേൾക്കാൻ പോകുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തെ ജീവിതത്തെ ഒന്ന് ഉടച്ചു വാർക്കുന്ന അനുഭവമായിരുന്നു. അതിനെ അദ്ദേഹം കുത്തിക്കുറിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം, കളിമൺ പാത്രമാം ഈ എന്നെ നീ ഉടച്ചൊന്ന് വാർത്തിയിടണമേ. ആ ഗാനം നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ ദാസൻ രാജു ജോർജ് ദോഹ ആ ഗാനം ആലപിക്കും. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടുകൂടെ ആ ഗാനം ആലപിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു.
കളിമൺ പാത്രമാ ഈ എന്നെ നീ ഉടച്ചൊന്നു വാർത്തിടണേ. ചതഞ്ഞൊരു ഓടയാ ഈ ഏഴയെ ഈണമുള്ളൊരു മുരളിയാക്കിയിടണേ. ചതഞ്ഞൊരു ഓടയാ ഈ ഏഴയെ ഈണമുള്ളൊരു മുരളിയാക്കിയിടണേ. കളിമൺ പാത്രമാ ഈ എന്നെ നീ. ഇലകൊഴിയും ശിശിരത്തിൽ ഒരു വൃക്ഷമിന്നു ഞാൻ വസന്ത പുലരിക്കായി കാത്തിടുന്നു. ഇലകൊഴിയും ശിശിരത്തിൽ ഒരു വൃക്ഷമിന്നു ഞാൻ വസന്ത പുലരിക്കായി കാത്തിടുന്നു. വചനമാം നമുകരാൻ വെമ്പിടും വണ്ടു ഞാൻ മധുരാമൃതത്താലൻ ദാഹത്തെ തീർക്കണേ. വചനമാം മധുകരാൻ വെമ്പിടും വണ്ടു ഞാൻ മധുരാമൃതത്താലൻ ദാഹത്തെ തീർക്കണേ. കളിമൺ പാത്രമാ ഈ എന്നെ നീ ഉടച്ചൊന്നു വാർത്തിടണേ. നടന്നിടാൻ കൊതിച്ചിടും ഒരു ശിശു ഇന്നു ഞാൻ ജീവന്റെ സമൃദ്ധിയെ തേടിടുന്നു. നടന്നിടാൻ കൊതിച്ചിടും ഒരു ശിശു ഇന്നു ഞാൻ ജീവന്റെ സമൃദ്ധിയെ തേടിടുന്നു. വചനമാം ക്ഷീരത്താൽ കരുത്തുറ്റതാക്കണേ. മാൻപേടയെ പോലൻ പാദങ്ങളെ നീ. വചനമാം ക്ഷീരത്താൽ കരുത്തുറ്റതാക്കണേ. മാൻപേടയെ പോലൻ പാദങ്ങളെ നീ. കളിമൺ പാത്രമാ ഈ എന്നെ നീ ഉടച്ചൊന്നു വാർത്തിടണേ. കനിയൊന്നും കായ്ച്ചിടാതൊരു ദ്രാക്ഷ ഇന്നു ഞാൻ വസിക്കണേ. എന്നിൽ നീ ഫലമേകണേ. കനിയൊന്നും കായ്ച്ചിടാതൊരു ദ്രാക്ഷ ഇന്നു ഞാൻ വസിക്കണേ. എന്നിൽ നീ ഫലമേകണേ. കൂടുവെടിഞ്ഞങ്ങു പറക്കാൻ വെമ്പുന്ന പുതുടൽ ധരിച്ചൊരു സലഭത്തെ പോലിന്ന് കൂടുവെടിഞ്ഞങ്ങു
പറക്കാൻ വെമ്പുന്ന പുതൂടൽ ധരിച്ചൊരു ശലഭത്തെ പോലുള്ള കളിമൺ പാത്രമാ ഈ എന്നെ നീ ഉടച്ചൊന്നു വാർത്തിടണേ ചതഞ്ഞൊരു ഓടയാ ഈണമുള്ളൊരു മുരളിയാക്കിയിടണേ ചതഞ്ഞൊരു ഓടയാ ഈണമുള്ളൊരു മുരളിയാക്കിയിടണേ കളിമൺ പാത്രമാ ഈ എന്നെ നീ. താങ്ക് യു. പളനിയിൽ നേരിട്ട അനുഭവം അത് വളരെ വേദനാജനകവും വളരെ ബുദ്ധിമുട്ടേറിയ അനുഭവമായിരുന്നു. കർത്താവിന്റെ ദാസനോട് അനേക ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, അനേക അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ട്. എങ്കിലും സമയത്തിൻ്റെ ദൗർലഭ്യം കൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരികയാണ്. അനേക അനുഭവങ്ങളിലൂടെ പളനിയിൽ കടന്നുപോയി. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഏകദേശം 15 ദിവസത്തോളം മുരിങ്ങയില മാത്രം കഴിച്ച് കിടന്ന അനുഭവം ഉണ്ടായിരുന്നു. ഏതാണ്ട് 2004 എങ്ങാണ്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, കാലിന് മുട്ട് തകർന്ന് ചില മാസങ്ങളോളം വിശ്രമിക്കേണ്ടതായിട്ട് വന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് പ്രയാസങ്ങൾ. എന്നാൽ പളനിയിൽ ചെന്ന കാലഘട്ടം മുതൽ ഇതുവരെ ഇത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലായിട്ടും കർത്താവ് എത്രത്തോളം താങ്കൾക്ക് വിശ്വസ്തനായിരുന്നു? എന്തുകൊണ്ട് കർത്താവിനെ തന്നെ മുറുകെ പിടിക്കുന്നു? എങ്ങനെയാണ് കർത്താവിനെ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ താങ്കൾ നോക്കിക്കാണുന്നത്? അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലുള്ള ജനത്തോട് താങ്കൾ കൊടുക്കാനുള്ള സന്ദേശം എന്താണ്? കർത്താവിന്റെ ദാസിൽ നമ്മൾ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ഗാനത്തിന്റെ വരികളിലൂടെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്നെ ഉടച്ചു വാർക്കുന്ന നാളുകളായിരുന്നു ഞാൻ പളനിയിൽ വന്ന ആ നാളുകളിൽ എനിക്ക് അനുഭവപ്പെട്ടത്. കാരണം ഞാനും അതേപോലെ എൻ്റെ സഹധർമ്മിണിയും ഞങ്ങൾ രണ്ടുപേരും ജോലിയിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ജോലിയിൽ എൻ്റെ വിവാഹത്തുള്ള ബന്ധത്തിൽ സഹോദരി ജോലി ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ ജോലിയിലുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ ആ ജോലിയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതും അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക്, ഒരു പുതിയ സ്ഥലത്തേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ എന്നെ ഒന്ന് ഉടച്ചു വാർക്കുകയായിരുന്നു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവം തന്റെ പാഠശാലയിൽ കൂടി എന്നെ കടത്തിവിടുകയായിരുന്നു. എന്നെ കുറെ പാഠങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. ദൈവവേലയിൽ ഏതൊക്കെ രീതിയിലാണ് ഞാൻ നിലനിൽക്കേണ്ടത് എന്നുള്ളത് എന്നെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയായിട്ട് മാത്രമേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. അത് ഒരു കുറവായിട്ടോ അല്ലെങ്കിൽ ഒരു ദൗർലഭ്യമായിട്ടോ പരാധീനമായിട്ടോ ഒന്നും ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നില്ല. അന്നും ഞാൻ അങ്ങനെ മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളുടെ വിഷമങ്ങൾ ഞങ്ങൾ ആരോടും പങ്കുവെക്കാതെ ദൈവസന്നിധിയിൽ മാത്രം പങ്കുവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നു. അതെന്റെ പിതാവിനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒന്നും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ ദിനരാത്രങ്ങൾ പിന്നിടുമ്പോഴും അതേപോലെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കുവാൻ മാർഗമില്ലാതെ ഞങ്ങളുടെ ഉള്ളിൽ കരഞ്ഞ സന്ദർഭങ്ങളിലും മകനെ സ്കൂളിൽ ചേർക്കുവാൻ യാതൊരു വിധത്തിലും നിർവാഹമില്ലാതെ അവർ ചില വർഷങ്ങൾ നഷ്ടപ്പെട്ടപ്പോഴും ആക്സിഡന്റ് മൂലം അനുഭവിച്ച വേദനാമധ്യത്തിലും ഇതിലെല്ലാം ഞങ്ങൾ ഒരിക്കലും ദൈവമുഖത്തേക്ക് നോക്കി പിറുപിറുക്കുവാനോ എന്താണ് ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുവാനോ ഒന്നും ഇടയായി തീർന്നില്ല. ഞങ്ങളൊന്ന് മനസ്സിലാക്കിയത് ഇത് ദൈവത്തിന്റെ പാഠശാലയാണ്. ദൈവം ഞങ്ങളെ ഒന്ന് പണിയുക, ആ കർത്താവിന്റെ കയ്യിലെ കളിമണ്ണാണ്, അതുകൊണ്ട് കർത്താവ് ഉടച്ചു വാർക്കുകയാണ് എന്നാണ് അന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായി തീർന്നത്. ഞങ്ങൾ നിലനിന്നു. ഞങ്ങളെ ഇവിടെ നിന്ന് തിരികെ ഈ സ്ഥലത്തു നിന്ന് തിരികെ പോകുവാൻ ഞാൻ ഇങ്ങനെ പറയട്ടെ, സാത്താൻ അതിന് വളരെയധികം പ്രയത്നിച്ചു ഞങ്ങളുടെ കാലുകൾ പിന്നോട്ട് വെക്കുക. എന്നാൽ ദൈവകൃപയാൽ ഞങ്ങൾ ഇന്നും നിലനിൽക്കുന്നു, ഈ സ്ഥലത്ത് നിലനിൽക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അത് ദൈവത്തിന്റെ
അളവറ്റ കൃപ മാത്രമാണ്. എന്നാൽ ആ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പോലും ഞങ്ങൾ ദൈവവേലയെ ഉപേക്ഷിച്ചു പോകുവാനോ അല്ലെങ്കിൽ ഈ വേലയിൽ ഇനി തുടരണ്ട എന്ന് ചിന്തിക്കുവാനോ ഒന്നും ഇടയായി തീർന്നില്ല. ഇത്തരുണത്തിൽ എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോടും അതേപോലെ ദൈവവേലയ്ക്ക് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയ യുവജനങ്ങളോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, കർത്താവിന്റെ വേലയിൽ നമ്മൾ എത്രത്തോളം വിശ്വസ്തരായി നിലനിൽക്കുന്നുവോ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടതകളൊക്കെ നേരിടുന്നത് അത് കർത്താവ് നമ്മെ പണിയുകയാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇങ്ങനെയുള്ള അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ പിന്നീട് ജീവിതത്തിൽ ഏതൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാലും അവിടെയെല്ലാം കർത്താവിന് വേണ്ടി നിലനിൽക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം നമുക്ക് ദൈവം നൽകുകയാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ക്ലേശങ്ങൾ ഉണ്ടാകും, പട്ടിണി ഉണ്ടാകും. അതൊക്കെ അനേകരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവം വിളിച്ചതാണെങ്കിൽ ആ ദൈവം എപ്പോഴും വിശ്വസ്തനാകും. അന്ത്യം വരെയും നമ്മെ ചുമക്കുവാൻ വാഗ്ദത്വം തന്നിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പിന്നോട്ട് തിരികെ നോക്കേണ്ടത് ആവശ്യമില്ല. ദൈവം വഴി നടത്തും എന്ന് ഉറച്ച വിശ്വാസവും ആ പ്രത്യാശയോടുകൂടി ജീവിക്കുന്നുവെങ്കിൽ പാതകളെയും വഴികളെയും ദൈവം തുറക്കും. എപ്പോഴും കഷ്ടതയിൽ തന്നെ തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം ആ കാലഘട്ടങ്ങളൊക്കെ മാറ്റും, അനുഗ്രഹത്തിന്റെ കാലഘട്ടങ്ങൾ നമുക്ക് നൽകും. അതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ച പാഠങ്ങളാണ്. അതുകൊണ്ട് പളനിയിൽ വന്ന ആദ്യ കാലഘട്ടങ്ങൾ വളരെയധികം വിഷമതയോട് കടന്നുപോയെങ്കിൽ തന്നെയും ആ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യുവാനോ മറ്റുള്ളവരെ അറിയിക്കുവാനോ ഒന്നും ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇനിയും ഞാൻ ശ്രമിക്കുന്നതല്ല. ആ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ മാത്രം ആ കാര്യങ്ങൾ സമർപ്പിച്ച് മുന്നോട്ട് പോകുക, അത് മാത്രമാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യം. കർത്താവിന് വേണ്ടി ഉപയോഗപ്പെടുന്ന നല്ലൊരു പാത്രമായി തീരുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ദൈവനാമത്തിന് മഹത്വം. 2009 അദ്ദേഹം YMF ടീമിന്റെ വാഹനം ഓടിക്കുന്ന സമയത്ത് വലിയൊരു ആക്രമണം നേരിടുകയും പ്രിയപ്പെട്ടവരെ ഉൾപ്പെടെ കർത്താവിന്റെ ദാസനെ ഉൾപ്പെടെ മൃഗീയമായി ഉപദ്രവിക്കുകയും മൃഗീയമായി മർദ്ദിക്കുകയും അവരെല്ലാം തീയിട്ട് കളയാൻ ശ്രമിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നാം കേട്ടതുപോലെ പട്ടിണി കിടന്ന സന്ദർഭങ്ങളിൽ, പണമില്ലാതിരുന്ന സന്ദർഭങ്ങളിൽ, കുഞ്ഞുങ്ങളുടെ പട്ടിണിയുടെ സന്ദർഭങ്ങളിൽ, കഷ്ടതയുടെ സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയ ഒരു ഘടകം അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇന്നും അദ്ദേഹത്തിന് തിരിച്ചുപോയി വേറെ ഏതെങ്കിലും ജോലി നോക്കി നിൽക്കാം, ഒരുപക്ഷെ ലൗകികമായി. എന്നാൽ ഇപ്പോഴും ആ കഷ്ടതയിൽ തന്നെ അന്നേറ്റ ബുദ്ധിമുട്ടുകളുടെയൊക്കെ പ്രതിഫലനമുണ്ട് ശരീരത്തിലെങ്കിൽ പോലും മുന്നോട്ട് നോക്കി കർത്താവിന് വേണ്ടി എല്ലാം സഹിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അതെല്ലാം ശരീരത്തിലാണ്. മുമ്പോട്ട് നോക്കി നിലനിൽക്കുന്ന ഘടകം വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തന് മുമ്പിൽ വിശ്വസ്തയോടുകൂടെ തന്നെ കർത്താവിന്റെ ദാസനും കുടുംബവും സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരു ഗാനം അദ്ദേഹം എഴുതിയത്, ആ ഗാനം കൂടെ കേട്ട് നമ്മുടെ ഈ ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. കരുതുന്ന കർത്താവുണ്ട്, കലങ്ങേണ്ട നീ മനമേ, ദുഃഖവേളയിൽ നീറും നേരത്തൻ ചാരെ വന്നവൻ ആശ്വാസമേകും. ഈ ഗാനത്തിന്റെ അനുഭവം ഒരു 2 സെന്റൻസിൽ ഓർപ്പിക്കുകയും കൺക്ലൂഷനായിട്ട് ചില വാക്കുകൂടെ പറഞ്ഞ് കർത്താവിന്റെ ദാസനെ അവസാനിപ്പിക്കും. കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഈ ഗാനം എഴുതുവാൻ കാരണമായി തീർന്നത് ജീവിത കാലയളവിൽ ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുകളിലെല്ലാം കരുതുന്ന കർത്താവുണ്ട്, അതാണ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നോക്കേണ്ടത് അന്യമുഖങ്ങളിലേക്കല്ല, എന്റെ കർത്താവിന്റെ മുഖത്തേക്ക് തന്നെയാണ്. എന്നെ കരുതുവാനും എന്നെ പുലർത്തുവാനും എന്റെ കർത്താവ് മാത്രമാണ് എന്നോട് കൂടി ഉള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലാക്കി തന്ന ജീവിത അനുഭവങ്ങളാണ് എനിക്കുള്ളത്. അതുകൊണ്ട് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ നാളുകളിൽ കടന്നു പോയിടാം, ക്രൂശ് എടുത്തിടാം, കൊയ്ത്തുനാൾ ആഗതമായല്ലോ. അപ്പൊ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും, വേദനയുടെ അനുഭവം ജീവിതത്തിൽ വന്നാലും, നിരാശയുടെ അനുഭവം ജീവിതത്തിൽ വന്നാലും അതെല്ലാം കടന്നു പോയിടാം. കാരണം നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് കൊയ്ത്തുനാൾ ആഗതമായി എന്നുള്ള ഒരു പ്രത്യാശയാണ്. ആ പ്രത്യാശയോടുകൂടി കടന്നു പോകാം എന്നുള്ളതാണ് ആ ഗാനം എഴുതുവാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകമായി തീരുന്നത്. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്ത മുഖാന്തരം ഞാൻ ഒരു വാക്യം മാത്രം വായിച്ച് ആ കാര്യം അങ്ങനെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്
അപ്പോൾ ഒരു സാക്ഷ്യമാണ് മറ്റുള്ളവരെ വളരെയധികം ആ രീതിയിൽ ഉത്സാഹിപ്പിക്കുന്നത്. ഈ 11-ാം അധ്യായം എബ്രായലേഖനം വായിക്കുമ്പോൾ അനേകരുടെ സാക്ഷ്യം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ വിശ്വാസത്താൽ ജീവിച്ചത് എന്നുള്ളത്. ആ സാക്ഷ്യം നമുക്കിന്ന് രേഖപ്പെടുത്തി ലഭിച്ചതിന്റെ കാരണമെന്ന് പറയുന്നത്, ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ എவ்விதമായി തീരണം, എങ്ങനെയായിരിക്കണം എൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്ര, കർത്താവിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഞാൻ എപ്രകാരം ജീവിക്കണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കുവാൻ ആ വാക്കുകൾ വളരെയധികം പ്രോത്സാഹനജനകമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് പ്രത്യേകാൽ ഈ കാൽവരിനാഥം ഒരുക്കുന്ന ഈ സാക്ഷ്യ പരമ്പര, അത് ഞാൻ ചിന്തിച്ചപ്പോൾ എന്നെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം ഇതാണ്. അതിനോടത്തിൽ ചില കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനമായി തീരട്ടെ. സുവിശേഷ വേലയ്ക്ക് വേർതിരിയുവാൻ അങ്ങനെ ജോലിയോടുകൂടി വേല ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണസമയം കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയുവാനുള്ളത്, കർത്താവ് നമ്മളെ പുലർത്തും. ഈ സാക്ഷ്യങ്ങൾ കേൾക്കുക, അനേക സാക്ഷ്യങ്ങൾ കഴിഞ്ഞ കാലയളവ് നിങ്ങൾ കേൾക്കുകയുണ്ടായി. അതെന്നല്ല നാം പ്രചോദനം, ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന് വേണ്ടി എരിഞ്ഞു ശോഭിക്കുവാൻ വരുന്ന നാളുകളിൽ കർത്താവ് നമുക്ക് ഇട നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാൽ ഞാൻ ഒരിക്കൽ കൂടി കാൽവരിനാഥ മിനിസ്ട്രിയോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ റവിച്ചാനോടും സന്തോഷ് ബ്രദറിനോടും, അതേപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിച്ച പ്രിയ ഗോഡ്സിയോടും രാജു ബ്രദറിനോടും എൻ്റെ അകമഴിഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പലരെയും നീതിയിലേക്ക് നയിക്കുന്നവർ സ്വർഗത്തിൽ ജ്യോതിസുകളെ പോലെ പ്രശോഭിക്കും. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വയലിൽ കർത്താവിൻ്റെ ദാസന് ശോഭിക്കട്ടെ. ഇനിയും അനവധിയായി കർത്താവിന് വേണ്ടി നേടട്ടെ. ആ തൂലികയിൽ നിന്ന് അനേക ഗാനങ്ങൾ ഉരുത്തിരിയട്ടെ. ജീവിത അനുഭവങ്ങൾ അനുഭവങ്ങളായി അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ വരവിങ്കൽ ഒരു വലിയ പ്രതിഫലം നേടാൻ അനേക ദൈവദാസന്മാരോടുകൂടെ കർത്താവിൻ്റെ ദാസനും ഉണ്ടാകും. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസനെ നാം ഓർത്ത് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കൂടെ കേട്ട് അടുത്ത സമയം കർത്താവിൻ്റെ ദാസൻ മാമുഗുരേച്ചാന് അവസരം നൽകുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനും കൺക്ലൂഷനും വേണ്ടി അവസരം നൽകുന്ന ആ ഗാനം കേട്ടിട്ട് കൺക്ലൂഷനായിട്ട് നമുക്ക് കടന്നു പോകാം. കരുതുന്ന കർത്താവുണ്ട് എന്ന അനുഗ്രഹീതമായ ഒരു ഗാനം സിസ്റ്റർ ഗോഡ്സി എബിനേസർ എറണാകുളം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കത് ശ്രദ്ധിക്കാം. കടന്നു പോയിടാ
ഭവനത്തിലെത്തിയിടും നാൾ ശോധന ചെയ്തിടും എൻ പ്രവൃത്തികൾ ശോഭിക്കുമോ മുത്തുകൾ പോലെ രത്നങ്ങളാൽ നിർമ്മിത ഭവനത്തിലെത്തിയിടും നാൾ ശോധന ചെയ്തിടും എൻ പ്രവൃത്തികൾ ശോഭിക്കുമോ മുത്തുകൾ പോലെ കടന്നു പോയിടാം ക്രൂശെടുത്തിടാം കൊയ്ത്തു നാളാഗതമായല്ലോ കടന്നു പോയിടാം ക്രൂശെടുത്തിടാം കൊയ്ത്തു നാളാഗതമായല്ലോ കാഹളനാദം കേൾക്കാറായല്ലോ കാഹളനാദം കേൾക്കാറായല്ലോ കാഹളനാദം കേൾക്കാറായല്ലോ കാഹളനാദം കേൾക്കാറായല്ലോ. Praise the Lord. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷത്തിന്റെ ഒരു നാളായിരുന്നു. പ്രിയ കർത്തൃദാസൻ സ്റ്റാൻലി ജോൺ പളനിയിൽ നിന്ന് ദൈവം തന്നെ നടത്തിയ ആ വഴികൾ കേട്ട് നാം എല്ലാവരും ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കടന്നു വന്നിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ദൈവവേലയെക്കുറിച്ച് മനസ്സിലാക്കുന്നവരാണ്, അല്ലെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് കർത്താവിന്റെ വേല ചെയ്യുക, പുതിയ ഭാഷ പഠിച്ച് കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവം യഥാർത്ഥമായിട്ട് വിളിച്ചെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ വേല വിശ്വസ്തയോടുകൂടി ചെയ്യുവാൻ സാധിക്കത്തുള്ളൂ. കർത്താവിന്റെ ദാസൻ സ്റ്റാൻലി ജോണിന്റെ പിതാവും ദൈവത്തിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവദാസനാണ്. തന്റെ പിതാവ് അനുഭവിച്ച വേദനകൾ, കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ എല്ലാം അറിഞ്ഞു വളർന്ന ഒരു ദൈവദാസനാണ് സ്റ്റാൻലി ജോൺ. ഇത്രയും കഷ്ടപ്പാടും പ്രയാസമുള്ള ഒരു വേല എനിക്ക് വേണ്ട എന്നല്ല താൻ ചിന്തിച്ചത്. നിന്ദകളും പ്രയാസങ്ങളും വേദനകളും കണ്ണുനീരുമുള്ള ഈ വേല തന്നെ താൻ തിരഞ്ഞെടുത്തത് ദൈവം തന്നോട് സംസാരിച്ചുകൊണ്ടാണ്. അങ്ങനെയാണെന്ന് കർത്താവിന്റെ വേല സന്തോഷത്തോടുകൂടി കുടുംബമായിട്ട് പളനിയിൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം പ്രിയ സഹോദരനെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ഞാൻ ആ പ്രദേശത്ത് പോയി പ്രിയ സഹോദരനെ കാണുകയുണ്ടായി. ദൈവം തന്നെ അതിശയമായ രീതിയിൽ അവിടെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം മാത്രമല്ല, പാട്ടുകൾ താൻ ധാരാളം എഴുതിയിട്ടുണ്ട്. അതിന്റെ 4 പാട്ടുകളാണ് നാം ഇന്ന് കേൾക്കുവാൻ ദൈവം ഇവിടെ വരുത്തിയത്. വളരെ അർത്ഥമുള്ള പാട്ടുകളാണ് നാം ഇന്ന് കേട്ടത്. അതും കേട്ട് നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. പ്രിയ സഹോദരന്റെ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദോഹയിലുള്ള രാജു ജോർജ് സഹോദരനും അതുപോലെ എറണാകുളത്തുള്ള ഗോഡ്സി സഹോദരിയും വളരെ മനോഹരമായ രീതിയിൽ ആ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദൈവം പ്രിയപ്പെട്ടവരെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. മാത്രമല്ല ഈ പ്രോഗ്രാം ലീഡ് ചെയ്യാൻ തക്കവണ്ണം കർത്തദാസൻ സന്തോഷ് മാത്യു അവരുടെയും ദൈവം എടുത്ത് ഉപയോഗിച്ചു. തുടർന്ന് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഈ മിനിസ്ട്രിയെ ഓർക്കണം. ഇതുമൂലം അനേകർക്കത് ആത്മീയമായിട്ട് വളരെയധികം പ്രയോജനമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാം ഇപ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. തലകളെ വണക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല നേരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ശനിയാഴ്ച വൈകുന്നേര സമയം ഞങ്ങൾ കർത്താവെ കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയ പാടി സ്തുതിക്കാമെന്ന ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരുവാൻ ദൈവം ഞങ്ങളെ ഇന്ന് കൊണ്ടുവന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അനേക പ്രിയപ്പെട്ടവർക്ക് പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങയുടെ വചനം കേൾക്കുവാൻ ദൈവമേ സാക്ഷ്യം കേൾപ്പാൻ തക്കവണ്ണം ഇടവരുത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥയും കർത്താവെ ഇന്റർനെറ്റും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്തൃദാസൻ സ്റ്റാൻലി ജോൺ പളനി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പിതാവ് തിരഞ്ഞെടുത്ത അതേ വഴിയിൽ തന്നെ കർത്താവിന്റെ വിളി കേട്ട് കർത്താവെ അങ്ങയുടെ വേല തൻ കുടുംബമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ആവശ്യമായ എല്ലാ കൃപകളും കർത്താവിനെയും കൊടുക്കണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. ധൈര്യത്തോട് അങ്ങയുടെ വേല ചെയ്യുവാൻ തക്കണം ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ദൈവമേ തക്ക നേരത്ത് കൊടുത്തവരെ അതിശയമായ രീതിയിൽ
വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളുമായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്കും ആവശ്യം എല്ലാ കൃപകളും കർത്താവ് കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ മാതാവും കൂടെയുണ്ട്, ആവശ്യം എല്ലാ കൃപകളും അവിടെയും കൊടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനോഹരമായ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം പ്രിയ സഹോദരന്മാരെ കർത്താവ് സഹോദരിയെ എടുത്ത് ഉപയോഗിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും കർത്താവെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുക. കർത്താവെ, ഈ ഒരു മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ തക്കണം, മാത്രമല്ല അനേക പ്രിയപ്പെട്ടവർക്ക് സന്തോഷത്തോടെ കടന്നു വരുവാൻ തക്കണം, അനുകൂലമായ എല്ലാ സാഹചര്യങ്ങളും ഇന്ന് തന്നവർ തന്നോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മിനിസ്റ്റർ ലീഡ് ചെയ്യാൻ തക്കണം സന്തോഷ കർത്താവ് മേത്തി സഹോദരനെയും കർത്താവ് എടുത്ത് ഉപയോഗിച്ചു, അതിനായിട്ട് തന്നോട് സ്തോത്രം. അങ്ങയുടെ ഹിതമെങ്കിൽ അടുത്ത ആഴ്ചയും ഇതുപോലെ നല്ലൊരു പ്രോഗ്രാം ചെയ്യുവാൻ തക്കണം ഇടവരുത്തുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം പ്രാർത്ഥിക്കുന്നു. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ട്, അതിനായിട്ട് നമ്മുടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.